അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഷിഫാഉൽ അംറാദിലേക്ക് സ്വാഗതം. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു നമ്മുടെ എല്ലാ നല്ല മുറാദുകളും മനസ്സിലാക്കി തരട്ടെ. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും അറിയുന്ന അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന, അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മുടെ മക്കളുടെ കാര്യങ്ങളാണ്. നമ്മുടെ ഒരുപാട് മക്കൾ, ഓരോരുത്തരുടെയും മക്കൾ പറയുന്നത് അനുസരിക്കുന്നില്ല, നിസ്കരിക്കുന്നില്ല, വിളിച്ചാൽ വിളി കേൾക്കുന്നില്ല, റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നില്ല, പല രീതിയിലും അക്രമങ്ങളും അനീതികളുമായിട്ട്, ലഹരിക്കടിമകളായിട്ട്, മയക്കുമരുന്നിന് അടിമകളായിട്ട്, കഞ്ചാവിന് അടിമകളായിട്ട് നമ്മുടെ മക്കൾ മാറിയിരിക്കുകയാണ്. അങ്ങനെയുള്ള വളരെ മോശപ്പെട്ട ഒരു ജനസമൂഹത്തിൽ, ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾക്ക് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ മക്കൾ നമ്മുടെ കൈവിട്ട് പോകാൻ പാടില്ല. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ ഒരു നിമിഷത്തിൽ നമ്മുടെ മക്കൾ ഒരു ലഹരിക്കോ മറ്റെന്തെങ്കിലും അഡിക്റ്റായി കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നമ്മളിൽ നിന്ന് വിട്ടുപോയി. അതുകൊണ്ട് മക്കൾ നന്നാവണം. മക്കൾ നന്നാകാൻ വേണ്ടി മാതാപിതാക്കളായ നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. നല്ല നല്ല ഉപദേശങ്ങൾ മക്കൾക്ക് കുറേ അല്ലെങ്കിലും കുറച്ചൊക്കെ നമ്മൾ നൽകിക്കൊണ്ടിരിക്കണം. നല്ലത് കണ്ടാൽ പ്രശംസിക്കുകയും ചീത്ത കണ്ടാൽ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യണം നമ്മുടെ മക്കളെ. ഇല്ലെങ്കിൽ ഭാവിയിൽ നമ്മുടെ മക്കൾ കൊലപാതകികളും ലഹരിക്കടിമയായ ആളുകളും പിടിച്ചുപറിക്കാരും മോഷണക്കാരും അങ്ങനെയുള്ള പല തെറ്റുകളിൽ മുഴുകുന്നവരായി മാറും നമ്മുടെ മക്കൾ. അള്ളാഹു നമ്മുടെ മക്കളെല്ലാവരെയും കാത്ത് സലാമത്താക്കട്ടെ, നമ്മളെയും കാക്കട്ടെ. അതുകൊണ്ട് മക്കൾ നന്നാകാൻ വേണ്ടി നമ്മൾ 5 വഖ്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും പ്രത്യേകമായി ദുആ ചെയ്യണം. നമുക്കറിയുന്ന ഭാഷയിൽ, പടച്ച തമ്പുരാനെ, എൻ്റെ മക്കളെ, എൻ്റെ മകനെ, എൻ്റെ മകളെ, അവളുടെ സ്വഭാവം നീ നന്നാക്കി തരണേ. ഞങ്ങൾ പറയുന്നത് അനുസരിക്കുന്ന, മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, അനുസരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു മക്കളാക്കി തരണേ. ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തണേ. ചീത്ത സ്വഭാവം അവൻ്റേത് മാറ്റിക്കൊടുക്കണേ. എങ്ങനെയുള്ള ദുആകളൊക്കെ നമുക്കറിയുന്ന ഭാഷയിൽ ദുആ ചെയ്യുകയും അതോടൊപ്പം അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഒരു ദുആ ഉണ്ട്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമ. ഈ ദുആ നമുക്ക് എത്ര പ്രാവശ്യം ഓരോ വഖത്തിനും ചൊല്ലാൻ കഴിയും അത്രയും പ്രാവശ്യം നമ്മളത് ചൊല്ലിക്കൊണ്ടിരിക്കണം. എന്താണ് ചൊല്ലേണ്ടത്? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമ എന്നുള്ള ദുആ. അത് ദുആ ചെയ്യുക. എന്നിട്ട് നമുക്കറിയുന്ന ഭാഷയിൽ പ്രത്യേകം ദുആ ചെയ്യുക. അള്ളാഹു സ്വീകരിക്കും. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും എല്ലാവരും ഈ ലോകത്തോട് ഇവിടെ പറയുമ്പോൾ ആ മരണം നന്നായിരിക്കണം. അതോടുകൂടി നമ്മുടെ മക്കൾ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, നമ്മുടെ ഖബറിൻ്റെ ചാരത്ത് വന്ന് ഒരു സലാം പറയാൻ, ഒരു യാസീൻ ഓതാൻ, ഒന്ന് കണ്ണീരൊഴുക്കാൻ, ഒന്ന് ദുആ ചെയ്യാൻ പറ്റുന്ന സമ്പാദ്യങ്ങളൊന്നും നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ ഉണ്ടായാൽ മാത്രം മതി. അതിനുവേണ്ടി ആത്മാർത്ഥമായി നിങ്ങൾ ദുആ ചെയ്യുക. ആ ദുആ പതിവാക്കുമ്പോൾ അള്ളാഹു നമുക്കും നമ്മുടെ മക്കൾക്കും ഒരു കുളിർമ നൽകിക്കൊണ്ടിരിക്കും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മളെ, നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും.